അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ലഞ്ച് പ്രിപ്പറേഷനായിട്ട് കേട്ടോ. ഒരു വെള്ളിയാഴ്ച. അപ്പോൾ വെള്ളിയാഴ്ച സാധാരണ എല്ലാ വീട്ടിലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാകും. അപ്പോൾ നമ്മളെ വീട്ടിൽ അന്ന് ഗീ റൈസും ചിക്കൻ കറി, പിന്നെ ഉപ്പേരി, പിന്നെ അച്ചാർ, തൈര്, ഇതൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ സ്കൂളിലേക്കൊക്കെ വിട്ടു. അതിന് ശേഷം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ലഞ്ച് തയ്യാറാക്കിയത്. അതിന് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചു. ചിക്കൻ കറിയാണത്. അപ്പോൾ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒക്കെ കുറേശ്ശെ മതി കേട്ടോ. അതൊന്ന് അത് ഒരു 2 ടേബിൾ സ്പൂണ് തൈരും കൂടി ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന്. അതിൻ്റെ ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ അതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഫ്രൈ ആവൊന്നും വേണ്ട. ചിക്കൻ കറിയാണല്ലോ ഉണ്ടാക്കേണ്ടത്, അപ്പം അതിനനുസരിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് കുക്കാവേണ്ട ആവശ്യമില്ല. പിന്നെ ഞാനിതിലേക്ക് 2 വലിയുള്ളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, കുറച്ച് ഫെന്നൽ സീഡ്, ഒരു 1/2 ടീസ്പൂൺ ഫെന്നൽ സീഡ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഞാൻ തക്കാളി ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 3 തക്കാളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അരച്ചെടുക്കുക. തക്കാളി അരച്ചെടുക്കേണ്ടതെന്ന് വെച്ചാൽ കറിക്ക് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല പൗഡറൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്, അലിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ റോസ് സ്മെൽ മാറുന്നതിലേക്കൊന്ന് സോട്ട് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കേണ്ടത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിലർ കറി നമ്മൾ ഇതിലൊക്കെ ചേർക്കണ കൂടെ തന്നെ ചേർക്കുക. പിന്നെ കറിയൊക്കെ കുക്കായതിൻ്റെ ശേഷം ചേർത്ത് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഒരു 5 മിനിറ്റും കൂടി ഇതുപോലെ ഒന്ന് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് തക്കാളി അരച്ചതൊന്ന് ചേർത്ത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒരു 5 മിനിറ്റ് അങ്ങനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. തക്കാളി അരച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിക്ക് ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ എങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുക. ആവശ്യത്തിന് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്ത് 1-5 മിനിറ്റും കൂടി ഇങ്ങനെ മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാനുണ്ട്. നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാൻ നോക്കുക കേട്ടോ. എന്നാലും കറിക്കൊരു ടേസ്റ്റും കൂടി ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഇടയിൽ നമ്മൾ ഉപ്പേരി ഇവിടെ ഒക്കെ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്.
ഞാൻ ഗീ റൈസ് ഉണ്ടാക്കുകയാണ്. അതിപ്പം ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ പിന്നെ ഗീയും കൂടിയും ചേർത്തിട്ടാണ്, രണ്ടും ഹാഫ് എടുക്കലാണ്. അപ്പം അങ്ങനെ ഉണ്ടാക്കി നോക്കുക. വെറും ഗീ മാത്രം അല്ലെങ്കിൽ ഡാൽഡൊക്കെ യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പോൾ ഡാൽഡൊക്കെ നമുക്ക് ഭയങ്കര കേടാണ്. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് ഉണ്ടാക്കിയാൽ അത്യാവശ്യം നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടും. പിന്നെ അതിക്ക് ഗ്രാമ്പു, പട്ട, ഏലക്ക, പിന്നെ ചെറിയ ജീരകം ഇതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഉള്ളി, ക്യാരറ്റ് ഇതും കൂടി ചേർത്തൊന്ന് സോട്ട് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഗീ റൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ അരി ഒന്ന് വറുത്തിട്ടാണ് നമ്മൾ റൈസ് തയ്യാറാക്കൽ. അതിൽ റൈസിലെ വെള്ളമൊക്കെ നല്ലപോലെ ഡ്രെയിൻ ചെയ്തതിന് ശേഷമാണ് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. റൈസൊക്കെ അവിടെ കുക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് ചിക്കൻ കറിക്ക് കുറച്ച് തേങ്ങ അരച്ചും കൂടി ചേർക്കാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 പിടി തേങ്ങയും പിന്നെ മല്ലിയിൽ പുതിനയിലും കൂടി ചേർത്ത് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഗാർണിഷിങ്ങിന് വേണ്ടി മല്ലിയിലയും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നേക്കും. അസ്സലാമു അലൈക്കും.